അല്ല മക്കളെ, നമുക്ക് ആദ്യം എങ്ങട്ടാ പോണ്ടത്? ആദ്യം നമുക്ക് ബീച്ചിക്ക് പോവാം. ആദ്യം നമുക്ക് ഊട്ടി പോവാം, എന്നിട്ട് തിരിച്ചു വരുമ്പോ ബീച്ചിലേക്ക് പോവാം. ആ ശരി, അങ്ങനെ മതി. അത് ശരി, അങ്ങനെ മതി. ഓക്കെ, അപ്പൊ ഇനി നേരെ ഊട്ടിക്ക്. ഇതാ വേഗം വിട്ടോളി. ആദ്യം നമുക്ക് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഫ്രഷ് ആവുന്നു. ശരി. നീ എന്തിനാ ശരി പറയണത്? നീ ആഴ്ചയിൽ ഒരു ദിവസം പോലും കുളിക്കാറില്ലല്ലോ. ഒന്ന് പോടി, നിന്റെ പറച്ചിൽ കേട്ടാത്തത് നീ ദിവസം കുളിക്കാറുണ്ടെന്ന്. മതി തല്ലുകൂടിയത്. നിങ്ങൾ എല്ലാവരുടെ കുളിയുടെ കാര്യമൊക്കെ അറിയാം. അത് അവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി റൂം എടുക്കാം. ഉപ്പ, നമുക്ക് AC റൂം എടുത്താലോ? പിന്നെ ഈ കൊടും തണുപ്പത്തല്ലേ AC. റൂമൊക്കെ ഞാൻ എടുത്തോണ്ട്, നിങ്ങളൊരു അക്ഷരം മുണ്ടരുത്. എല്ലാരും എന്റെ പിന്നാലെ വായോ. ഹായ്, എന്ത് ഭംഗിയുള്ള റൂമാ. അതെ, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു റൂം കാണുന്നത്. ഞാനും. റൂമിന് ഭംഗി മാത്രല്ല, കൂടുതല് നല്ല പൈസയുണ്ട്. റൂമിന് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നിലത്ത് കുറച്ച് പൊടി ഉണ്ട്. എവിടെ പൊടി? ഞങ്ങൾക്കൊന്നും കാണാനില്ലല്ലോ. എനിക്ക് പൊടിയൊന്നും കാണാനില്ല. ഇങ്ങളെ പോലെയല്ല ഞാനേ, എനിക്ക് കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ടൊരു മോപ്പ് വാങ്ങിക്കൊണ്ട് വരുമോ? ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനാണ്. നിനക്കെന്താ ഭ്രാന്താണോ? ഇവിടെ തുടച്ച് വൃത്തിയാക്ക ഈ റൂം നമ്മൾ വാങ്ങിയതൊന്നുമല്ല. നിങ്ങളെന്താ വിചാരിച്ചത് 24 മണിക്കൂറും തുടച്ചോണ്ടിരിക്കാതെ നമ്മളെ വീടാണെന്നോ? അതെന്നെ, തുടക്കാനാണെങ്കിൽ ഊട്ടി വരെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ മോപ്പും പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ കുഞ്ഞിപ്പാത്തോ, നിനക്ക് ഈ കുട്ടികളുടെ വിവരം കൂടി ഇല്ലല്ലോ. എന്നാ വേഗം ഓരോരുത്തരായി ഫ്രഷ് ആയിക്കോളി. നീ പോയി ഫസ്റ്റ് കുളിച്ചോ, എനിക്ക് തണുത്തിട്ട് വയ്യ. അതെന്താ, രണ്ടാമത് കുളിക്കുമ്പോ തണുപ്പ് കുറയോ? അല്ലമ്മ, കുളിക്കണോ? ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചാ പോരെ? അല്ല, അതും നിർബന്ധല്ല. വേഗം പോയി കുളിച്ചോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗാർഡൻ കാണാൻ പോവാ. ഓക്കെ. എല്ലാരും വേഗം പോന്നോളി. ഹായ്, എന്തൊരു ഭംഗിയാ. എത്ര പൂക്കളാ ഇവിടെ. പിന്നെ ഗാർഡനിലെ പൂക്കളല്ലാതെ വേറെന്താ ഉണ്ടാവുക? ഇത്ര ഭംഗിയുള്ള ചെടികൾ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ചെടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ഭംഗിയായിരിക്കുംല്ലേ. കണ്ടിട്ട് തന്നെ കൊതിയാവണു. പോകുമ്പോ ഇതിന്ന് കുറച്ച് കമ്പെടുക്കണം. ഇതിന്ന് കമ്പൊന്നും എടുക്കാൻ പറ്റൂല. ആരെങ്കിലും ചെടി മോഷ്ടിക്കുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അയാളോട് പോയി ചോദിച്ചിട്ട് 4 കമ്പ് വാങ്ങിട്ട് വാ. പിന്നെ അയാൾ അവിടെ കമ്പ് തരാതിരിക്കല്ലേ നിനക്ക്. ചെടിയിൽ തൊടരുത് ഉള്ള ബോർഡ് നീ അവിടെ കണ്ടില്ലേ? ആർക്കും കൊടുക്കൂലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത്? ഇത് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ചെടി മോഷ്ടിക്കാനുള്ള സ്ഥലമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഗാർഡനിക്ക് വന്നിക്കണ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമാണ്, അല്ലാതെ ചെടി കക്കാനല്ല. എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? നിങ്ങളെ സ്വഭാവത്തിനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവിടെ നിന്ന് നല്ല കൂടാതെ നമ്മളെ വീടല്ല, ഇങ്ങോട്ട് നമ്മൾ ടൂർ വന്നതാണ്. എടാ മജീദേ, നീ എന്റെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്ത് താട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പൂതി. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണം. കുടുംബശ്രീത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, പ്രത്യേകിച്ച് അരമണി. ഫോട്ടോ എടുത്തരാ. പിന്നെ എടാ ചക്ക, നന്നായി ഫോട്ടോ എടുക്കണം. നിന്നെ കണ്ട പൂക്കളുടെ ഇടയിൽ ഒരു മാലാക നിക്കണ പോലെ തോന്നണം. മാലകട പോലെയല്ല, വടക്ഷിയുടെ പോലെയൊക്കെ തോന്നുന്നത്. നിങ്ങളെ കണ്ടൊക്കെ ഒരു കാട്ടുപോത്തിനെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ചിരിച്ചാ മതിയോ? ഓക്കെ, അടുത്ത ഫോട്ടോയില് വേറൊരു പോസ് ഇടി. ഓക്കെ. ഇതെന്ത് പോസാണ്? ഇതെന്താ കഥകളിയോ? എന്നാ ഞാൻ വേറൊരു പോസ് ഇടാം. എന്താ എന്റെ പോസിനൊരു കുഴപ്പം? നിങ്ങൾക്കൊന്നും ഇപ്പത്തെ ട്രെൻഡ് അറിയില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്.
എന്റെ കയ്യിൽ വേറെയും പോസുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ഇവിടെ കാണിക്കരുതേ.